കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും അവളും അവനെ കൂടിയിട്ട് ഇതിന്റെ കാര്യം എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു. പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല, ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. ഓ ഗൈസ്, വീണ്ടും ഊമ്പി തെറ്റി ഒന്നായിരിക്കുകയാണ് ഗൈസ്. ഞാൻ ഇവരുടെ രണ്ടുപേരുടെയും വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ഒരു ടോപ്പിക് ഞാൻ തൊട്ടിട്ടില്ല. ഈ കലിപ്പന്റെ കാന്താരി ഏതെങ്കിലും ഒരു കോർണറിൽ കിടന്നുകൊണ്ട് എന്തെങ്കിലും കഴപ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ ഒരു മേഖലയിലോട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന് വേണ്ടി മാത്രമാണ്. എടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലവ് യു. നിന്നോട് അങ്ങനെ പറയാതിരിക്കാൻ പറ്റത്തില്ലടാ. സോഷ്യൽ മീഡിയയിൽ 4 പേര് അറിയാവുന്ന ഒരു മുഖമാണെന്ന് നിനക്ക് നല്ല രീതിയിൽ അറിയാം അല്ലേ? നിന്റെ കൂടെ നിന്നൊരു പെങ്കൊച്ച് നിന്റെ കൂട്ടുകാരനോടൊപ്പം പോയതും എല്ലാവർക്കും അറിയാം. അതിനെ തുടർന്ന് നീ നിന്റെ നാണക്കേട് പോലും നോക്കാതെ, നീ ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ ആ പെണ്ണ് വീണ്ടും തിരിച്ചു വരാനായിട്ട് നീ ഒരു വീഡിയോയിൽ വരെ വന്ന് കിടന്ന് മെഴുകുന്നത് ഞാൻ കണ്ടതാണ്. അതിനുശേഷം ആ പെണ്ണിന് കിട്ടിയിട്ടുള്ള അബദ്ധം എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവുണ്ടായിട്ട് ആ പെണ്ണ് വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നിന്റെ അടുത്തേക്ക് വന്നു. അത് നിന്റെ ചിലപ്പോൾ മനസ്സിൽ നല്ലത് കൊണ്ടായിരിക്കാം. ആ വന്നപ്പോഴത്തേക്കിന് ഈ നാട്ടുകാർ മൊത്തവും നിന്നെക്കുറിച്ച് അറിഞ്ഞ കഥകളും ആ പെണ്ണിനെ കുറിച്ച് അറിഞ്ഞ കഥകളും ആ പെണ്ണിനെ കുറിച്ച് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ചിന്തിക്കാം, പറയാം അല്ലേ? ഇനി ആ പെണ്ണ് ഏതൊക്കെ പല രീതിയിലുള്ള പല പേരുകൾ വരെ കേൾക്കാമെന്ന് നിനക്കറിയാം. എന്നിട്ടും ആ വന്നു കയറിയ പെണ്ണിനെ വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ അളിയ, 1,100,200 പേർക്ക് ഈ സാമാനം കാണത്തുള്ളൂ. നിനക്കുണ്ട്. ആ പെണ്ണടിയ നിനക്ക് വിധിച്ചിട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞത്, നിന്റെ സ്നേഹം വിധിക്കാത്തതുകൊണ്ടായിരിക്കും. നിന്നെ സംബന്ധിച്ച് ഓൾറെഡി നല്ലൊരു നെഗറ്റിവിറ്റി നിന്നൊരാളാണ് നീ. എനിക്ക് നല്ലോണം അറിയാം. ഒരു കഞ്ചാവ് കേസ് ഉൾപ്പെടെയൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് ന്യൂസ് ചാനലിലൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നീ ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നതും വീട്ടുകാരെയൊക്കെ ധിക്കരിച്ചിട്ട് നിന്റെ കൂടെ വന്ന് നിന്നെക്കുറിച്ച് പറയാൻ പറ്റുന്നവൻ്റെ മാക്സിമം അപരാധം പറഞ്ഞു. നീ മറ്റേതും ഇതുമൊക്കെ വലിച്ചിട്ട് എടുത്തിട്ടാണ് നീ പരിപാടികൾ കാണിക്കുന്നത്. നീ ഒരു അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യമില്ലാതെ ആൾക്കാരടുത്ത് പറഞ്ഞുണ്ടാക്കി. എന്നിട്ട് നിന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി അവൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവൻ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ അവളുടെ കൂടെ പോയെന്ന്. എടാ, ഏതാണടാ ഇങ്ങനെ കേട്ടിട്ട് വീണ്ടും വരുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നത്? ഈ വീഡിയോ കാണുന്നതിനകത്ത് ആണുങ്ങൾ കാണുമല്ലോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമോ? ഇത്രയും സോഷ്യൽ മീഡിയ, അത് നമ്മളുടെ ഈ ജനറേഷനിൽ പോട്ടെ, ഈ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അവിഹിതം അപ്പുറത്ത് കാണുകയോ കേൾക്കുകയോ എന്തെങ്കിലും ഒന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നാണക്കേട് ഓർത്തിട്ടെങ്കിലും നമ്മൾ ആ ഈ മേഖലയിലേക്ക് പിന്നെ പോകത്തില്ല, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ചിലപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ അവളെ അടിച്ച് പുറത്തോട്ട് ഇറക്കുക തന്നെ ചെയ്യും. ഒരു പരിധി വരെയുള്ള ആണുങ്ങൾ അത് തന്നെയായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ നീ വ്യത്യസ്തനായി. അതിന് നിന്നെ നെഗറ്റീവ് ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാലേ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നീ എന്തുവാണെന്നുള്ളത്. നീ അടിപൊളിയാടാ, നീ അടിപൊളിയാ. നിന്റെ കണക്കത്തൊരു മനസ്സ് അങ്ങനെ എല്ലാവർക്കും കാണണമെന്നൊന്നുമില്ല. ആ പെണ്ണിനെ കുറിച്ച് ഞാൻ വലുതായിട്ട് പറയുന്നില്ല. ഞാൻ ചിലപ്പോൾ അങ്ങനെ വല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കും ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് മനസ്സിനൊരു വിഷമം ഉണ്ടാകുന്ന കാര്യമായിരിക്കും. ഇവന്റെ ഒരു പഴയ വീഡിയോ ഞാനൊന്ന് കാണിക്കാം. അതിന് ശേഷം ഇവളുടെ ഒരു വീഡിയോ കാണിക്കാം. എന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് ഇവർ രണ്ടുപേരും ഇട്ടുള്ള വീഡിയോ ഉണ്ട്. ഇതും കൂടെ അവസാനത്തെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഈ സാധനം പറയണമെന്ന് തന്നെ തോന്നിയത്. അവളെ പറയണമെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. അത് കൊച്ചു അതിനെ എടുക്കണ്ട, വീഡിയോ ചെയ്യണ്ട, അത് എന്തെങ്കിലും കാണിച്ചാൽ അതിൻ്റെ സൈഡിൽ കൂടെ പൊക്കോട്ടെ. ഓൾറെഡി ആ പെങ്കൊച്ചിനെ ഒരുപാട് ആൾക്കാർ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്തിനാണ് നമ്മളെടുത്ത് വെച്ച് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ മാറ്റി വെച്ചത്. പക്ഷേ ഈ ചെറുക്കൻ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടൊരു വീഡിയോ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അല്ലെ നിനക്ക് വേണ്ടി 2 ആരെങ്കിലും പറഞ്ഞില്ല, ഞാൻ പറയൂടാ, എനിക്ക് നല്ല ഫ്രസ്ട്രേഷനായി. അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവനും വേറെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. അത് വേറെ ആരുമല്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും അവളും അവനെ കൂടിയിട്ട്. ഇതിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നത് കുറച്ച് വൈകിട്ടാണ് കേസ്. എന്റെ പിള്ളേർ കൊണ്ടാണ് എനിക്ക് അറിയുന്നത്. ഒരു ആൺചെറുക്കൻ അവനൊരു പെങ്കൊച്ചിനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരുന്നത്, ആ പെങ്കൊച്ച് അവന്റെ കൂട്ടുകാരനുമായിട്ട് സെറ്റപ്പ് ഉണ്ടാക്കുന്നു, വാട്സപ്പ് ചാറ്റ് ഉണ്ടാക്കുന്നു. ഇതൊന്നും ഇവൻ അറിയുന്നില്ല. അവൻ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അവൻ നല്ല ആത്മാർത്ഥമായിട്ട് ഇവളെ അങ്ങ് സ്നേഹിച്ചാണ്. അതുകൊണ്ട് ഇവൻ കണ്ടതൊന്നും ചിലപ്പം സ്നേഹമാണെന്നും കണ്ടത് ഫ്രണ്ട്ഷിപ്പാണെന്നും മാത്രം വിശ്വസിച്ച് നടന്ന് സ്വന്തം കൂട്ടുകാർ പറഞ്ഞിട്ട് നിന്റെ പെണ്ണ് മറ്റവന്റെ കൂടെ സെറ്റപ്പാടാ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അവൻ്റെ ഒരു മാനസിക വിഷമം എന്തുമായിരിക്കും? അവൻ ഏതൊക്കെ രീതിയിലായിരിക്കും കടന്നു പോയിട്ടുള്ളത്? ഇത് ഇത്രയും കടന്നു പോയിട്ട് നിന്നെ കൊണ്ട് എങ്ങനെയാടാ വീണ്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത്? നീ സീരിയസ് ആയിട്ട് പ്രണയിച്ചത് കൊണ്ടാണ്. നിന്നിലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയിക്കുന്ന ഒരു മനസ്സുണ്ടാ. അതല്ലെങ്കിൽ ഇമാരി പരിപാടി വീണ്ടും നീ ചെയ്യത്തില്ല. നീ ചെയ്തത് ഞാൻ നിന്നെ കുറ്റം പറയത്തില്ല, ഒരിക്കലും കുറ്റം പറയത്തില്ല. പക്ഷേ ആ വന്നു കയറുന്ന അവക്കൊരു മാന്യത വേണം. ഇത് പറഞ്ഞോ വേണ്ടോ എന്നുള്ള തീരുമാനിക്കാനായിട്ട്. അവളുടെ ഒരു ചാറ്റ് പൊക്കി ജസ്റ്റ് ഒന്ന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അങ്ങനെ വഴക്കിട്ടുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് 2 മണിക്ക് അങ്ങനെ ട്രെയിൻ കയറി ഒറ്റയ്ക്ക് അങ്ങനെ വന്നതാണ്. ഒരു ചെറുക്കന് കിട്ടാവുന്നതിന്റെ അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം സാധനം അവൻ ഒരു സൈഡിൽ കൂടെ അനുഭവിച്ചതിന്റെ കൂടെ ഇവന് കൊടുത്തിട്ടുള്ള ഇവന് കൊടുത്തിട്ടുള്ള വാല്യൂ, ആ ഇറക്കിക്കൊണ്ട് വന്ന ഇവന് ആ സമയത്ത് മറ്റൊരുത്തന്റെ വാക്ക് കേട്ടടാ, അങ്ങനെ ഒരാൾ പറഞ്ഞ് വാക്ക് കേട്ടിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു മനസ്സായിരുന്നില്ല അവർക്ക്. അപ്പൊ നീ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന പെണ്ണിൽ നിന്റെ അടുത്തുണ്ടായിരുന്നു. അവനെ കുറിച്ച് ഉള്ള 2 കാര്യങ്ങൾ ഞാൻ കാണിക്കാം. ഈ പ്രശ്നം എന്ന് വെച്ചാൽ
ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. എന്നിട്ട് അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പോയിക്കോ. പിന്നെ അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിനക്ക് തന്നെ മനസ്സിലാവും. നമുക്ക് എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി. നിന്നെ വിളിക്കേണ്ട പേര് വേറെ പലതുമായിരിക്കും. അതൊന്നും ഞാൻ ഈ അവസരത്തിൽ വിളിക്കുന്നില്ല. അത് നിന്നെ ഓർത്തിട്ടല്ല, ആ വിഷ്ണു എന്ന് പറയുന്ന ആ ചെറുക്കൻ, ആ ചെറുപ്പക്കാരനെ ഓർത്തിട്ട് മാത്രമാണ് നിന്നെ വിളിക്കേണ്ട പല പേരുകളും പല കാര്യങ്ങളും ഞാനായിട്ട് മാറ്റുന്നത്. നീ പോയി അവന്റെ കാല് കഴിയും വെള്ളം കുടിക്കും. ഉള്ള കാര്യം ഞാൻ പറയല്ലോ. അവൻ തിരിച്ച് വന്നിട്ട് ആ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നാണക്കേടുണ്ടാക്കി വെച്ചതിന് ശേഷം 4 പേര്, നിങ്ങൾ 2 പേരും കൂടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളെ ഒരാൾ കാണുമ്പോഴത്തേന് ഇത് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം, ഇല്ലെങ്കിൽ വിഷ്ണുവിന് നല്ല രീതിയിൽ അറിയാം. അവൻ നീ പോയതിന് ശേഷം അവൻ കേട്ടിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും. നിനക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് പോയിട്ടുള്ളതെന്ന് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നിട്ടും അവൻ നീ വന്നപ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ടെങ്കിലേ, പൊടി എഴുന്നേറ്റ് നീ പോ, നിന്നെ ഞാൻ പോ. എനിക്ക് വേറെ എന്തൊക്കെയോ പറയാനാ മനസ്സിൽ വായിലൊക്കെ വരുന്നത്. അതിന്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാം. എന്നെ കൊണ്ട് അറിയാതെ അപ്പൊ തന്നെ പറയും എന്നെ അത്ര ഇഷ്ടമുണ്ട്. എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തെ ഉള്ള സംശയരോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കാൻ പോണത്. അതെ, അടിപൊളി പെണ്ണ്, അടിപൊളി പെണ്ണ്. മറ്റേ ബ്ലാസ്റ്റ് സിനിമയിൽ കാണുന്ന പെണ്ണില്ലേ, അതൊന്നും അല്ല പെണ്ണുങ്ങൾ. ഇതാണ് കൂട്ടുകാരനുമായിട്ടോ അവിഹിതമുണ്ടെന്ന് അവൻ വലിച്ചിട്ട് പറഞ്ഞു, എന്നാ ഞാനങ്ങ് കാണിച്ചു കൊടുക്കാന്ന്. അതെ, അതാണ് വേണ്ടത്. അങ്ങനെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കിന്, ആ കാണിച്ചു കൊടുത്തത് അവൻ കണ്ടിട്ടും വീണ്ടും റിപ്പീറ്റ് അടിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടും നിന്നല്ലോ മോളെ. അതാണ് അത് ചിലപ്പം നിന്റെ സൈഡിൽ നിന്ന് കാണത്തില്ല. അവൻ അത് പറയുന്നു, ഇത് പറയുന്നു, പലരും പലതും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ പോയി ജീവിച്ചോളാണ് നീ. നിനക്കൊരിക്കലും ഇവൻ കാണിക്കാനായിട്ട് കഴിയത്തില്ല. അവൻ നിന്നെ ക്ഷമിക്കുന്നതിന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവളെ അറിവില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആയിപ്പോയതാണ്. എടാ, എങ്ങനെ പറ്റുന്നതാ നിനക്കിതൊക്കെ? എങ്ങനെ പറ്റുന്നു? നിന്നെ കുറ്റം പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. നിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. നീ അടിപൊളി ചെറുക്കനാ, നിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല. നീ നീ എന്താ വലിക്കുന്നു, എടുക്കുന്നു, പിടിക്കുന്നു, തിരിക്കുന്നു, മറിക്കുന്നു, ഒന്നുമല്ല. ഇത്രയും അപമാനങ്ങൾ നിനക്കുണ്ടായിട്ടും വീണ്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ കാണിച്ച നിന്റെ മനസ്സുണ്ടല്ലോ, അതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു കാര്യം ഇതിനകത്ത് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് വന്നത്. ഇനി ഇതുപോലെ തന്നെ ഈ പെൺകുട്ടി തിരിച്ചു വരാൻ നേരം ഇട്ടൊരു വീഡിയോ, അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടു പറ. ഹായ് ഗൈസ്, അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയോന്നൊക്കെ. ഓ, അബി, അതായത് ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തരാം. ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്നതിന് ശേഷം ഈ ചെറുക്കന്റെ കൂട്ടുകാരനായിരുന്നു, അതായത് ഈ വിഷ്ണുവിന്റെ കൂട്ടുകാരനായിരുന്നു അബിയുമായിട്ടാണ് ഈ പെണ്ണ് പോയത്. ഇപ്പൊ കുറച്ചാളായിട്ട് ഇവർ വ്ളോഗിങ് ഒക്കെ തുടങ്ങി, ഇവർ ഒന്നിച്ചായിരുന്നു. ഇപ്പൊ കുറച്ചാളായിട്ട് അബി കൂടിയില്ല. അപ്പൊ ആൾക്കാരുടെ ചോദ്യം വന്നു തുടങ്ങി, എന്ത് അബി എന്ന്. അതിന്റെ എക്സ്പ്ലനേഷനാണ് ഈ പെൺകുട്ടി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്, അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിന് ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് മേബി മനസ്സിലായതാണ്. അയ്യോ പാവം അല്ലേ, പാവം കൊച്ചു തന്നെ കേട്ടോ, പാവം. അങ്ങനെ നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലേ നീ വീണ്ടും ഈ വിഷ്ണുവിന്റെ അടുത്തോട്ട് ചെല്ലരുതായിരുന്നു. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലായ രീതിയിൽ മനസ്സിലായി നീറി നീ ജീവിക്കണമായിരുന്നു. വീണ്ടും ആ ചെറുക്കൻ്റെ അടുത്തോട്ട് പോയിട്ട് ഇനി അവനെ കുറിച്ച് വല്ല വീഡിയോയും തൊലിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ആൾക്കാരും നിന്നോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കമന്റ് ഇടുന്ന ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും നിന്നെ കുറിച്ച് എടുത്തത്. ഓൾറെഡി ഇപ്പം നീ എന്താണ് നിനക്ക് പല പേരുകളും പല കാര്യങ്ങളും പലതും വരുന്നുണ്ട്. അതിനൊരു ഊക്കം കൂട്ടാനായിട്ട് ഇനി നിൽക്കരുത്. ആ ഊക്കം നീ കൂട്ടിക്കോ, ആ ചെറുക്കനെ ഇതിനകത്ത് ഇൻവോൾവ് ആയിപ്പിക്കില്ല. എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ പറഞ്ഞു തന്ന് ഞാൻ അതെല്ലാം വിശ്വസിച്ചു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അന്നേ ഇവൻ കാരണം ഞാനും വിഷ്ണുവിന്റെ ബ്രേക്കപ്പിന്റെ ഒരു സിറ്റുവേഷൻ എത്തി. പക്ഷെ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു, പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല. ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞവൻ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. കുറെ കാര്യങ്ങളും ഒക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പൊ തൊട്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ്, ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. എല്ലാവരും അവസാനം അടിച്ചവന്റെ അണ്ണാക്കി കൊടുത്തല്ലോ ഗൈസ്. അവനാണെങ്കിൽ അവള് പോയതിന്റെ വിഷമത്തിൽ ഇരുന്ന് അവൾ എങ്ങനെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹത്തോടു കൂടി മാത്രം ഇരുന്ന് ചെറുക്കനാന്ന് തോന്നുന്നു. വന്ന ഉടനെ തന്നെ ആ ഗൈസിനെ വീണ്ടും ഏറ്റെടുത്ത് ഈ ഗൈസ്. അപ്പൊ 2 ഗൈസും കൂടെ ഒന്നിച്ച് ഗെയ്സ് ആയി മാറിയിട്ടുണ്ട്.
അയ്യാ നിന്നെ സമ്മതിക്കണം, എനിക്ക് അത്രേ പറയാനുള്ളൂ അവസരത്തിൽ. ബാ ഇനി ഇവന് പറയാനുള്ളത് കേൾക്കാം. ഇവൻ അവന്റെ കട്ടപ്പാടും കാര്യങ്ങളൊക്കെ നോക്കി ചെണ്ടയൊക്കെ ബാക്കിൽ ഇരിക്കുന്നു, എവിടെ കൊട്ടാൻ പോയതാന്ന് തോന്നുന്നു. അപ്പൊ കുറെ കമന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എടാ പഴയ മറ്റേ ആക്രസാൻ കൊടുക്കാൻ എനിക്ക് നാണം വേണമെന്നില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ, അനാവശ്യ വാക്കുകൾ, ബാഡ് വാക്കുകളും വീഡിയോ പറയാൻ പറ്റാത്ത വാക്കുകളും കാര്യങ്ങളൊക്കെ കമന്റും പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഞാൻ അവളെ അത്ര ആത്മാർത്ഥമായിട്ടാണ് ശ്രമിച്ചത്. കാരണം എനിക്ക് അവളെയാണ് പറ്റില്ല. ഇനി അതിലെന്നെ എന്ത് തെറ്റില്ലേ, എന്ത് തെറ്റൊന്നല്ല, അവളെന്ത് ചെയ്താൽ ഞങ്ങളിപ്പം നിൽക്കും. എടി നിനക്ക് പോട്ടെ, അവന്റെ മുഖത്തൊന്ന് നോക്കാനുള്ള ഒരു എന്തുവാ പറയണ്ട, മുഖത്ത് നോക്കാനുള്ള ഒരു ധൈര്യമല്ല അതിന് പറയണ്ട, ഒരു നാണം, ലജ്ജ അതൊക്കെ ഉണ്ടായിരുന്നോ ചെല്ലാനായിട്ട്? ഇത്രയും കാണിച്ച് അവൻ കഞ്ചാവ് അടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോ അവിഹിതം ഉണ്ടെന്ന് ഓരോന്ന് പറഞ്ഞപ്പോഴത്തെ ഞാൻ അവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മറ്റവനുമായിട്ട് പോയി താമസിച്ചെന്ന്. അവൻ്റെ കൂടെ ഒന്നിച്ച് നടന്ന് കേട്ട് കറങ്ങി വന്നതിന് ശേഷം അവൻ വീണ്ടും ഈ പറയുന്ന കാര്യമുണ്ടല്ലോ. നീ പൊട്ടി കരഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ഒന്ന് നിലവിളിച്ചാൽ വിട്ടുപോകൊന്നും വേണ്ട അവൻ്റെ അടുത്തുനിന്ന്. ഇഷ്ടമുള്ള ഒരാൾ അവൻ്റെ അടുത്ത് വിട്ടുപോകണ്ട, പക്ഷെ നീ കരയണം, വിളിച്ച് തല തല്ലി ഞാൻ കരയണം, അത്രേ ഉള്ളൂ. അവൻ്റെ മനസ്സ് വിഷമിച്ചതിന് നിന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലെല്ലാം നീ കരഞ്ഞങ്ങ് അവസാനിപ്പിക്കണം. ചിലപ്പം ജീവിതത്തിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേന് അവൻ ഇതും പറഞ്ഞ് നിന്നെ കുത്തുമായിരിക്കും. ആ കുത്തുവാക്കുകൾ കേൾക്കാൻ മൊത്തം നീ അർഹതപ്പെട്ടോളാ. നീ അത് കേൾക്കണം, നീ അത് കാണണം, ജീവിതകാലം മൊത്തം നീ കാണണം. സ്നേഹത്തിന്റെ വില സ്നേഹിച്ചവർക്ക് മനസ്സിലാവുള്ളൂ അല്ലേ? അത് തീർച്ചയായിട്ടും എന്താ പറയാ. നിങ്ങളവിടെ എൻ്റെ ഒപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന എനിക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തോ ഒരു ചെറിയൊരു തെറ്റുകാരനെ അവൾക്ക് തോന്നി, എന്നെ വേണ്ടത് അറിയാലോ, വേണ്ടത് പറഞ്ഞുണ്ടാക്കാൻ ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവളുടെ അങ്ങനെ പറഞ്ഞു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളോട് വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളൂ. പക്ഷെ നോക്കടാ, ഇത് സംഭവം നമ്മൾക്ക് അത്യാവശ്യം ഈ പ്രായത്തിലുള്ളവർക്ക് അല്ല, എല്ലാ പ്രായത്തിലും പ്രണയിച്ചിട്ടുള്ളവർക്ക് കണക്ട് ആവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉൾമനസ്സിൽ നമ്മൾ പറയും അവൾ വേണ്ട അവൾ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞ് നാളെ മുതൽ സെറ്റാക്കാം. ചിലപ്പോൾ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാം, അത് വിഷയമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും നമ്മളിങ്ങനെ ചെയ്യുമ്പോഴും എന്തുമായിരിക്കും, നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. ഒരു മെസ്സേജ് അവളുടെ വന്നായിരുന്നെങ്കിൽ അവളെ ഒന്ന് കാണാൻ പറ്റും. ഒന്ന് കാണുകയോ ഒരു മെസ്സേജോ വന്നു കഴിഞ്ഞാൽ ഇത്രയും നേരം പറഞ്ഞ നെഗറ്റിവിറ്റികൾ മൊത്തം എടുത്ത് മാറ്റും. എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, ഈ ഒരു രീതിയിലേക്ക് പോകും. അതാണ് ഇപ്പം ഈ ചെറുക്കൻ്റെ ഭാഗത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണക്റ്റ് ആവുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ട്. പാവം ചെറുക്കൻ, അത്രേ ഉള്ളൂ. എനിക്ക് വിശ്വസിക്കുന്ന എന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ള ചീത്തകള്, കാര്യങ്ങള് ഇല്ലേ, ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന പേരുകള്. ഒബ്വിയസ്ലി നമുക്കറിയാം ഇവള് വീണ്ടും തിരിച്ചു വന്നു, അവന് വീണ്ടും എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ താഴെ അവളെയും കുറിച്ച് പറയാവുന്നതിൻ്റെ അപരാധത്തിൻ്റെ എക്സ്ട്രീം ലെവൽ ഓഫ് അപരാധങ്ങളായിരിക്കും ഇവരുടെ ഈ ഒരു ലൈഫ് ജേണിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നതും. എന്നിട്ടും അവൻ അതിനെ മാനിക്കാതെ, അവൻ്റെ നാണക്കേട് നോക്കാതെ, അവൻ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അമിയ, നീ നേരത്തെ നഷ്ടപ്പെടുത്തിയത് ഒരു സ്നേഹമാണ്. എനിക്ക് തോന്നുന്നില്ല ഇനിയുള്ള നിങ്ങളുടെ ലൈഫിൽ ആദ്യം കണ്ടൊരു വിഷ്ണു തന്നെ ആയിരിക്കും ഇനി ഉള്ളതെന്നുള്ള കാര്യം. അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ നല്ല ചെറുക്കൻ, അങ്ങനെ ഇല്ലെങ്കിൽ ഒരിക്കലും നിനക്ക് അവനെ കുറ്റം പറയാൻ പറ്റത്തില്ല. നിനക്ക് കിട്ടാത്ത സ്നേഹം നിനക്ക് ഇനി അവൻ്റെ അടുത്ത് ചോദിച്ച് മേടിക്കാനും കഴിയത്തില്ല. ഇതുവരെ നമ്മൾ ഇവൻ്റെ ഒരു ടോപ്പിക്ക് ഈ ഒരു സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. പക്ഷെ ഇത് കണ്ടപ്പാളിയ രണ്ടെണ്ണം എനിക്ക് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ്. ഇത് എത്ര പേര് കാണുന്നു പിടിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ കാര്യം പറയും, ഈ ഇവനും ഒക്കെ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാറ്റുക. സ്വന്തമായിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് തീരുമാനം എടുക്കാൻ പറ്റും, അതിൽ മാത്രം അടിയുറച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നല്ല. പയ്യെ ഓരോ ചെറിയ കാര്യത്തിൽ നിന്നും നമ്മൾ ആ സ്ട്രോങ്നെസ് ഡെവലപ്പ് ചെയ്തെടുത്ത് മുകളിലേക്ക് വരിക. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് എവിടെയാ തെറ്റ് എവിടെയാ ശരിയെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ആരെങ്കിലും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, അവരുടെ കൂടെ നിൽക്കാം. അവൻ നിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് എവിടം വരെ പോകുമെന്ന് നിനക്ക് നോക്കാം. നോക്കിയതിന് ശേഷം നീ മാനിപ്പുലേറ്റ് ആവണോ വേണ്ടോ എന്നുള്ളത് നീ തീരുമാനിച്ചാൽ മതി. അവിടെ സാധനം ഫുൾ സ്റ്റോപ്പ് ഇട്ടങ്ങ് നിർത്തും, ഡെഡ് എൻഡ് കഴിഞ്ഞു. അല്ലാതെ നമ്മുടെ കാര്യങ്ങൾ നേടാനും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഇങ്ങനെയുള്ള പരിപാടികളൊന്നും അഴിച്ചു വിട്ടുകൊണ്ട് നടക്കരുത് കേട്ടോ. ഇപ്പം ശരി.